നമസ്കാരം, ഇരിങ്ങാലോട് വോയിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാഹുൽ അശോകനാണ്. ഞാനിപ്പോൾ ഉള്ളത് കരുവന്നൂർ രാജാ കമ്പനി പരിസരത്താണ്. രാജാ കമ്പനി ബസ് സ്റ്റോപ്പിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വലിയൊരു ആൽമരം സ്ഥിതി ചെയ്യുന്നുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ശനിയാഴ്ച ദിവസം ഇതിന്റെ ഒരു വലിയൊരു കൊമ്പ് രാവിലെ അടർന്നു വീണിരുന്നു. ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന രണ്ട് സ്ത്രീകളും അതോടൊപ്പം തന്നെ ഒരു ബൈക്ക് യാത്രികനും അത്ഭുതകരമായാണ് ആ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അതിനുശേഷം ഇത് ഇന്ന് തിങ്കളാഴ്ച വീണ്ടും ആ ഒരു മരത്തിന്റെ അന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ആ ഒരു മരം മുറിച്ചു നീക്കി ഇവിടെ ഗതാഗത തടസ്സം നീക്കം ചെയ്തത്. തുടർന്ന് ഇന്ന് വീണ്ടും ആ ഒരു മരത്തിന്റെ വലിയൊരു ചില്ല സമീപത്തുള്ള ഭിന്ന സ്റ്റോഴ്സിന്റെ മുകളിലേക്ക് വീണിരിക്കുകയാണ്. കനത്ത കാറ്റും മഴയും ഇന്ന് ജില്ലയിൽ ആകെ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിരവധി യാത്രികർ ബസ് കാത്തു നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് കൂടിയാണിത്. ആ ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് ഈ ഒരു ആൽമരം സ്ഥിതി ചെയ്യുന്നത്. മുൻപ് KSTP അധികൃതർ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ ഒരു ആൽമരം അടക്കം മുറിച്ചു നീക്കുന്നതിനായിട്ടുള്ള തീരുമാനമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ തീരുമാനം മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു ആൽമരം മുറിച്ചു നീക്കാതെ തന്നെയാണ് റോഡ് നിർമ്മാണം മുന്നോട്ട് പോകുന്നത്. ഇത് പബ്ലിക് പ്ലേസിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു അപകടാവസ്ഥയിലുള്ള മരം എത്രയും വേഗം മുറിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ഒക്കെ തന്നെ ആവശ്യം. ഇപ്പോൾ ഈ കൊമ്പ് മറിഞ്ഞു വീണിട്ടുള്ള കൊമ്പ് ആ ഒരു കടയുടെ മുകളിൽ അപകടാവസ്ഥയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. ഇരിഞ്ഞാലക്കുട ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് അധികൃതരൊക്കെ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തെങ്കിലും ഇത്തരത്തിലുള്ള ഗതാഗത തടസ്സമില്ലാത്ത മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനായിട്ട് അവർക്ക് കഴിയില്ല എന്നുള്ള ഒരു അറിയിപ്പാണ് ലഭിച്ചത്. ഇതേ തുടർന്ന് PWD AE-നൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ അവരുടെ ഭാഗത്തു നിന്നും ഇനി ആരെങ്കിലും എത്തിയിട്ട് വേണം ഈ ഒരു മരം മുറിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട്. യാത്രികർ ഒട്ടനവധി ഈ ഒരു മഴയത്തൊക്കെ തന്നെ സഞ്ചരിക്കുന്ന ഒരു വഴി കൂടിയാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് അപകടാവസ്ഥയിലായിട്ടുള്ള ഈ ഒരു മരം ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. കരുവന്നൂർ രാജാ കമ്പനിക്ക് സമീപത്തെ ആൽമരത്തിന്റെ കൊമ്പ് വീണ്ടും ഒടിഞ്ഞു വീണു. അപകടകരമായ മരം മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ശനിയാഴ്ച രാവിലെ സംസ്ഥാന പാതയിൽ രാജാ കമ്പനി ബസ് സ്റ്റോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ആൽമരത്തിന്റെ വലിയ രണ്ട് കൊമ്പുകൾ കനത്ത മഴയിൽ ഒടിഞ്ഞു വീണിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന യാത്രികരായ സ്ത്രീകളും ഒരു ബൈക്ക് യാത്രികനും തലനാരിഴയ്ക്കാണ് അന്ന് രക്ഷപ്പെട്ടത്. അപകടാവസ്ഥയിലുള്ള മരം മുറിച്ചു നീക്കണമെന്ന് അന്ന് തന്നെ പരാതി നൽകിയിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഒരു വലിയ കൊമ്പ് കൂടി ഒടിഞ്ഞ് തൊട്ടടുത്തുള്ള ഭിന്ന സ്റ്റോഴ്സിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. മറ്റൊരു കൊമ്പിൽ തങ്ങി നിന്നതിനാൽ കടയ്ക്ക് ഭാഗികമായി മാത്രമേ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളൂ. നിരവധി യാത്രികർ നിരന്തരം കടന്നുപോവുകയും ബസ് കാത്തു നിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തെ അപകടകരമായ ആൽമരം അടിയന്തരമായി മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സംസ്ഥാനപാത കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടത്തുന്ന KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ മരം മുറിച്ചു നീക്കുന്നതിനായി ആദ്യം അടയാളപ്പെടുത്തിയിരുന്നതാണെങ്കിലും പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു. മറിഞ്ഞു വീണ മരച്ചില്ല മുറിച്ചു നീക്കാൻ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചെങ്കിലും അവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഗതാഗത തടസ്സമുള്ള രീതിയിൽ വീണ മരങ്ങൾ മാത്രമേ മുറിക്കാൻ സാധിക്കൂ എന്നറിയിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു. പഞ്ചായത്ത് അധികൃതർ പൊതുമരാമത്ത് അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ പ്രാദേശികമായി മരം മുറിക്കുന്നവരെ കണ്ടെത്തി മുറിച്ചു നീക്കാനാണ് നിർദ്ദേശം ലഭിച്ചത്. ഈ രാജാ കമ്പനിയോടുള്ള ഈ അപകടാവസ്ഥയാണെന്നുള്ളത് വേറെ സാറിന് റെജീന് പറഞ്ഞ സാറിന്റെ നമ്പർ തന്നിട്ട് ആ സാറിനെ വിളിച്ചിരുന്നു. ആ സാറ് മെയിൽ അയക്കാൻ പറഞ്ഞ് മെയിൽ അയച്ചിട്ടുണ്ട്. ഇതുവരെ അത് മുറിച്ചിട്ടില്ല. ഇപ്പൊ വീണ്ടും കൊമ്പ് അടർന്ന് വീണ് എല്ലാവർക്കും ഭീഷണിയായിട്ട് നിൽക്കുന്നത്. അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വലിയ